സർ, മുഖ്യമന്ത്രി എപ്പോൾ പ്രഖ്യാപിക്കും? ഞങ്ങള് കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയുമായിട്ട് ഞങ്ങളെല്ലാവരും AICC ജനറൽ സെക്രട്ടറിയുടെയും കേരളത്തിന്റെ നിരീക്ഷകരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ദീർഘമായ ചർച്ചകളെ തുടർന്നുള്ള തീരുമാനങ്ങളാണ് ഇവിടെ ദീപാജിയും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരും അറിയിച്ചത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ AICC പ്രസിഡന്റും രാഹുൽജിയും എടുക്കുന്ന തീരുമാനം എല്ലാവരും ഏകസ്വരത്തിൽ അംഗീകരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനും UDFനും അർപ്പിച്ച വലിയ വിശ്വാസം, ആ വിശ്വാസം സംരക്ഷിക്കണം. ഈ ദിവസങ്ങളിലുണ്ടായ മോശമായിട്ടുള്ള വാർത്തകളിൽ തിരുത്തൽ വരുത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും യോജിച്ച് ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരോടും പ്രവർത്തകരോടും അത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തിന് ഞങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തമായ ഉറപ്പ് പൂർണ്ണമായിട്ടും പാലിക്കാൻ ഞങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഞങ്ങളോട് സഹകരിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്ന ചോദ്യത്തിന് ആരും മറുപടി നൽകിയിട്ടില്ല. അത് ഹൈക്കമാൻഡ് തീരുമാനിച്ച് ഇൻ ദ ഡ്യൂ ടൈം അറിയിക്കും എന്നതാണ് ദീപാദാസ് മുൻഷി നേരത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. പക്ഷേ ആ സമയം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 23-ാം തീയതി വരെ സമയമുണ്ട് എന്ന മറുപടിയാണ് കേരളത്തിന്റെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 3 നേതാക്കൾ ഐക്യത്തോടുകൂടി വന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. 3 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടാകാൻ പോകുന്നത്. പക്ഷേ ഒറ്റ ചോദ്യം, ആദ്യത്തെ ചോദ്യം അതിപ്പോഴും ബാക്കിയായി നിൽക്കുന്നു. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? ആ തീരുമാനം വരാനിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷനോടൊപ്പം തന്നെ ലോക്സഭയിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുടെ കൂട്ടായ അഭിപ്രായത്തിൽ നിന്ന്, തീരുമാനത്തിൽ നിന്നാണ് ആ പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്. അതിന് എത്ര സമയം നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ നേതാക്കൾ വന്ന് സംസാരിച്ചപ്പോൾ നമ്മുടെ മുന്നിലില്ല. ഇൻ ദ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം എന്നാണ് അല്പം മുൻപ് ദീപാദാസ് മുൻഷി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഒരു ടൈം ഫ്രെയിം എന്താണ് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിലുള്ള അവ്യക്തത ഈ 3 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ചകൾക്ക് ശേഷവും 3 നേതാക്കൾക്ക് വന്ന് മാധ്യമങ്ങളെ കണ്ട ശേഷവും അവിടെ നിലനിൽക്കുന്നു എന്നതാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി തീരുമാനം വരാനിരിക്കുന്നു എന്നതാണ്. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രി ആരാണ് എന്നതിലെ അന്തിമമായ പ്രഖ്യാപനം, തീരുമാനം എപ്പോൾ അറിയാൻ കഴിയും എന്നതാണ്. അതിന് വ്യക്തതയുള്ള ഒരു മറുപടി ആരിൽ നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനകത്ത് ഇതുവരെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളിൽ 3 പേരെയും പിന്തുണച്ച് രംഗത്തെത്തിയവരും പരസ്പരം ചെളിവാരി എറിഞ്ഞവരും തെരുവിൽ പട നയിച്ചവരും തെരുവിൽ പരസ്പരം പടവെട്ടിയവരുമൊക്കെ അവരൊക്കെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന് 3 നേതാക്കൾ ഐക്യത്തോടെ ആഹ്വാനം നൽകിയിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല. കേരളത്തിൽ അല്പനിമിഷങ്ങൾക്ക് മുൻപ് വരെ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു, അല്പനിമിഷങ്ങൾക്ക് മുൻപ് വരെ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു, അല്പനിമിഷങ്ങൾക്ക് മുൻപ് വരെ ബാനറുകൾ ഉണ്ടായിരുന്നു. സൈനപ്രദക്ഷിണം നടത്തി നേതാക്കൾക്ക് പിന്തുണ അറിയിച്ച പ്രവർത്തകർ വരെ നമ്മളുടെ മുന്നിൽ കാഴ്ചകളായി നിരന്നു വന്നു. ഏതായാലും ആ കാര്യങ്ങളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഗ്രൂപ്പ് മാനേജർമാർ രംഗത്തിറങ്ങി അതാത് ടീമുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൺ റെക്കോർഡാണ്. ഏതായാലും നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോളൂ, പക്ഷേ ഞങ്ങളുടെ പേരിൽ തെരുവിൽ യുദ്ധം വേണ്ട, ഐക്യത്തിന്റെ പ്രഖ്യാപനം വരേണ്ട സമയമാണിത് എന്നതാണ്. അതിന്റെ ആഹ്വാനമാണ് ഉണ്ടാകേണ്ടത് എന്നാണ് 3 നേതാക്കളും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നേതാക്കൾ ഈ നിർണായകമായ ചർച്ച കഴിഞ്ഞ് മടങ്ങുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ കച്ചകിട്ടിറങ്ങിയ 3 നേതാക്കൾ, അതിൽ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല 3 പേരും ഇപ്പോൾ ഹൈക്കമാൻഡുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയ ചർച്ചകളും നീണ്ട മാരത്തോൺ ചർച്ചകൾക്കും ശേഷം ഇപ്പോൾ ഡൽഹിയിലെ രാജാജി മാർഗിലുള്ള മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾക്ക് പോകാൻ പോകുന്നത്. ഇതിൽ ആരാണ് 1-ാം നമ്പർ സ്റ്റേറ്റുകാരിൽ സഞ്ചരിക്കാൻ പോകുന്നത് എന്നതിൽ ഇപ്പോഴും നമുക്ക് നമ്മുടെ മുന്നിൽ ആകാംക്ഷ മാത്രമാണുള്ളത്, അഭ്യൂഹങ്ങൾ മാത്രമാണ് അന്തരീക്ഷത്തിലുള്ളത്. ആരാണ് എന്ന് തീരുമാനിക്കാനോ അതിൻ്റെ ഏതെങ്കിലും ബലമുള്ള ഒരു സൂചനയോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആരും ഒന്നും വിട്ടുപറയാതെ ഈ മാരത്തോൺ ചർച്ച അവസാനിപ്പിച്ച് നേതാക്കൾ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഡൽഹിയിലെ രാജാജി മാർഗിലുള്ള 10-ാം നമ്പർ വസതിയിൽ, മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ പുറത്തു പോകുന്ന നേതാക്കളുടെ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഏതായാലും പേര് നിർദ്ദേശിച്ചിരുന്നു അവരല്ലേ? അല്ല, ഹൈക്കമാൻഡ് തീരുമാനിക്കും. പേരിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടാണോ? അവർ തീരുമാനിക്കുമല്ലോ. നമ്മൾ പറയേണ്ടതല്ല അവരോട് പറഞ്ഞു. അവർ തീരുമാനിക്കും. എന്നത്തേക്ക് വരുമെന്നല്ല അറിയാം. ഡൽഹിയിൽ BJP 50 ദിവസം എടുത്തു. നിങ്ങൾ ഇവിടെ തുടർന്ന് ചർച്ച ചെയ്യാനോ? നിങ്ങൾ പോവാണ്, പ്രഖ്യാപനം വരും. ഞാൻ രാവിലെ सर 2 घंटे से ज्यादा मीटिंग चली, 4 घंटे मीटिंग चले, अच्छा सा मीटिंग हुआ।
രമേശ് ചെന്നിത്തല ഇപ്പോഴൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു. പറയാനുള്ളതെല്ലാം ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നുണ്ടാകും പ്രഖ്യാപനം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.